മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. വേദന വന്നു, വേദന എന്ന് പറയുമ്പോൾ വേദന വന്നു. അതാണ് ദേവരാജൻ മാഷ്. അതാണ് ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. അതിലേക്ക് മാറി വേദന. അതുവരെ പ്രേമ. മല്ലികാബാണൻ തൻ്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എൻ്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. വേദന പ്രണയത്തിൻ്റെ വേറൊരു വശമല്ലേ വേദന? അല്ല ചേട്ടാ, സംശയമില്ല. വേദനിക്കുന്നതിനെ പ്രണയിക്കാൻ പറ്റുള്ളൂ. പ്രണയം ഒരു വേദനയാണ്, വേദന ഒരു പ്രണയമാണ്. പ്രണയിക്കുന്നതിനെ വേദനിക്കാൻ പറ്റുള്ളൂ, വേദനിക്കുന്നതിനെ പ്രണയിക്കാനും പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. അവിടെ ഹൃദയമുണ്ട്, അവിടെ ഹൃദയമുണ്ട്. വരട്ടെ. ജേട്ടൻ പാടിയ ഒരു 75% പാട്ടുകളും ദേവരാജൻ മാസ്റ്ററാണ്. ദേവരാജൻ മാസ്റ്ററുടെ കണ്ടെത്തലാണല്ലോ ജയേട്ടൻ. മഞ്ഞലയിൽ മുങ്ങി തോർത്തിയും ഇഷ്ടപ്രാണേശ്വരിയും പൂർണ്ണയിന്ന് മുഖിയും തുടങ്ങി എത്രയെത്ര ദേവരാജ ഗീതങ്ങൾ. ദേവരാജൻ മാസ്റ്റർ മരിച്ചപ്പോൾ ജേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മളൊക്കെ അനാഥരായെന്ന്. ഇപ്പോഴും ദേവരാജൻ മാസ്റ്റർ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ദേവരാജൻ മാസ്റ്ററുടെ ആ ഒരു വിയോഗം എങ്ങനെയാണ് ജയേട്ടൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്? ദേവരാജൻ മാസ്റ്റർ വിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി പോയി. എൻ്റെ ജീവിക്കുന്നപ്പോൾ എൻ്റെ പകുതി അദ്ദേഹം കൊണ്ടുപോയി. അത്രയും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പാട്ടിൽ സംഗീതത്തിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തല്ല അദ്ദേഹം. പാരമ്പര്യമായിട്ട് അച്ഛനും കുടുംബാംഗങ്ങളും പ്രദാനം ചെയ്യുന്ന സ്വഭാവത്തോടെ അതേ അളവോടെ പാതി സ്വഭാവം പ്രദാനം ചെയ്തത് ദേവരാജൻ മാഷ്. സത്യം സത്യം സത്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജേട്ടനെ സസൂക്ഷ്മമായിട്ട് കീറി മുറിച്ച് അനാട്ടമി ചെയ്യുന്നൊരു വിദ്വാൻ കണ്ടെത്തിയൊരു കാര്യമാണ്. ഞാൻ പണ്ട് കുറേ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. 50% ആ വിദ്വാൻ്റെ, കുറച്ച് പ്രായമുള്ള ആൾ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യം എടുത്തിട്ട് സ്വഭാവങ്ങൾ നൽകിയത് ദേവരാജൻ മാഷാണ്. സംസാര രീതി, ശൈലി, ശത്രുക്കളെ ഉണ്ടാക്കുന്ന രീതി, മുൻചുണ്ടി, കോപം. സത്യമാണ് കറക്റ്റാണ്, അത് സത്യമാണ്. ഇതിലൊക്കെ അന്തർലീനമായി അടുത്ത കാലത്ത് പറഞ്ഞു എൻ്റെ മാസ്റ്റർ വൈഫേ ലീലാമ്മ ചേച്ചി പറഞ്ഞു, ഇപ്പം ജയേന്ദ്രൻ വന്ന് മോടച്ഛൻ അതുമാതിരി ആയി തുടങ്ങിയല്ലോ, എന്തിനാ കുട്ടി കുറച്ച് ശാന്തനായിക്കൂടെ? ഞാൻ ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും ശാന്തനാവില്ല. എന്തിനാണ് ശാന്തനാണ്? കലാപകാരിയാണ്. അതെ, കലാപം അങ്ങനെയല്ല, മനസ്സിലുള്ളത് പറയും. ചില സമയത്ത് ഓരോ മൂഡാണ്, വളരെ മൂഡിയാണ്. യു വിൽ കോൾ എ സ്പേഡ് എ സ്പേഡ്. ദാറ്റ്സ് റൈറ്റ്. എനിക്ക് മനസ്സിൽ തോന്നുന്നത് വരുന്നല്ല, ഓരോ മൂഡ്, ചേഞ്ച് ഓഫ് മൂഡ്സാണ് എനിക്ക്. പെട്ടെന്ന് മൂഡുകൾ മാറിക്കൊണ്ടിരിക്കും. നല്ല സ്വഭാവമല്ല, കലാകാരൻ്റെ ലക്ഷണമാണ്. എന്തോ ചില ആൾക്കാരല്ലേ കലാകാരന്മാർ പ്രാന്തന്മാരെന്നൊക്കെ ആൾക്കാർ പറഞ്ഞാണ്. ഞാൻ ഒരു പ്രാന്തനാണ്, സംഗീത പ്രാന്തൻ എന്ന് പറയാൻ വേണ്ടി. അതെ, ഭ്രാന്ത് വളരെ പോസിറ്റീവായ. പക്ഷേ ദേവരാജൻ മാഷ് ഇപ്പം നമ്മുടെ ആ പാട്ട് മുങ്ങിത്താഴാനുള്ളൊരു അവസരം ആ പാട്ടിലൂടെ നൽകിയില്ലായിരുന്നെങ്കിൽ. അയ്യോ, ഓ ഈ ഹമ്മിങ് കേൾക്കുമ്പോൾ ആൾക്കാർ ഉടനെ അപ്ലാസ് തുടങ്ങും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ
മുഴുവൻ തിരുമ്പോൾ സ്റ്റാൻസ് കഴിഞ്ഞിട്ട് ഫിലിമിൽ അത് റെക്കോർഡിൽ വന്നില്ല. വേദന തൻ ഓടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, വേദന തൻ ഓടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി കുമാരി കുമാരി. മഞ്ഞലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഫിലിമിലുണ്ട്, പടത്തിൽ കാണാം, നസീർ സാർ അത് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റെക്കോർഡിൽ നിന്ന് കട്ട് കളഞ്ഞു. റെക്കോർഡില്ലാതെ ഇല്ലില്ല, 4 ലൈനില്ല, ലാസ്റ്റ് 4 ലൈൻ. ഈ 4 ലൈൻ ആൾക്കാർ സാധാരണ ഇതിൽ കേൾക്കുന്നില്ല, കേൾക്കാറില്ല. ഞാൻ പാടി ചിലപ്പോൾ കേൾപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ജയേട്ടൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ എനിക്കറിയാം ആ വേദിയിലുള്ള ഒരു 99% പേരും ഈ പാട്ട് പാടാനായിരിക്കും മനസ്സിലാക്കി. തീർച്ചയായിട്ടും. ഇന്നും ജയേട്ടൻ്റെ ഏത് സ്റ്റേജ് ഷോയിലും ഒരുപക്ഷെ അവിഭാജ്യ ഘടകം ആദ്യം താരുണ്യം തന്നുടെ ഒരു പാട്ടുണ്ട്, അതാണ് നിൻ്റെ എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ഇതിലുള്ള പാട്ടാണ്. അപ്പം മറ്റേ പാട്ട് അത് പഠിക്കുന്നത്. അടുത്തൊരു പാട്ടുള്ളത് നീ പഠിച്ചു വെച്ചോ, അത് ദാസിൻ്റെ പാടാനുള്ളതാണ് ഈശോ. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് മഞ്ഞളയിൽ മുങ്ങി തോർത്തി, ഞാൻ ഈ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ആലോചിച്ചു. പറഞ്ഞാൽ അത് പുള്ളി ശിക്ഷ അവിടെ ശിക്ഷിക്കണം. ശിക്ഷ എപ്പോഴും ശിക്ഷയുള്ളതാ. അത് യേശുവിൻ്റെ പാട്ടാണ്, നിൻ്റെ പാട്ട് ഇതാ കാരുണ്യം, അത് പാടിയാണ്. അതിന് ഈ പാട്ട് റെക്കോർഡിങ് താരുണ്യം കഴിഞ്ഞപ്പോൾ കൃഷ്ണനായർ സാറാണ് ഡയറക്ടർ, എം കൃഷ്ണനായർ. അദ്ദേഹം വന്നിരിക്കുന്നുണ്ട്. റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ മറ്റേ പാട്ടേ മഞ്ഞലയിൽ നിന്ന് 2 ലൈൻ മൈക്കിൽ പാട്. ഞാൻ ഈ പാട്ടി റെക്കോർഡ് ചെയ്ത് 100 വർഷം പാട് ഫുള്ളായിട്ട്, ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര. 1 പ്രാവശ്യം കൂടെ പാട്. ഇങ്ങോട്ട് പോര്, ദാസ് ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ ദാസ് വരുമോ, കഴിഞ്ഞു നമ്മുടെ പണി, നല്ലൊരു പാട്ട് പോയി. ശരി ഭഗവാൻ ഉണ്ടെണ്ട അങ്ങോട്ട് വന്ന്. അപ്പോൾ ഈ ദേവരായ മാസ്റ്റർ ഇരിക്കുമ്പോൾ നമ്മൾ കൺസോളിലേക്കൊന്നും വരില്ല, അനുവാദമില്ല. റെക്കോർഡിങ് ഒക്കെ ഞങ്ങൾ വെക്കണം, നീ പാട്ട് കഴിഞ്ഞാലേ പണം മേടിച്ചങ്ങ് പൊക്കോ, അത്രേ ഉള്ളൂ നമ്മുടെ വഴി. അപ്പോൾ ഞാൻ പാടാന്ന് പറഞ്ഞാൽ 50 രൂപയാന്ന്, ആ കാലത്തെ വലിയ എമൗണ്ട്. മേടിച്ച് പോക്കറ്റിട്ട് ഇങ്ങനെ വന്നപ്പോൾ സാറ് കൃഷ്ണനായർ സാറ് മുറുക്കി തുപ്പുക. സാറേ പാട്ട് നന്നായിട്ടോ, നല്ല ആദ്യത്തെ പാട്ടും 2ാമത്തെ പാട്ടും ഉണ്ട്. 2ാമത്തെ പാട്ട് അത് ദാസേട്ടൻ. പുള്ളി ചുമ്മാ പറഞ്ഞില്ലേ അതിൻ്റെ പാട്ടാ. ദൈവമേ ഒരു പാട്ട് കിട്ടിയില്ലത്. അന്ന് ഞാൻ മുകളിലേക്ക് നോക്കി, ഈശ്വര ഒരു പാട്ട് കിട്ടി. ഈ ഭാവഗായകനെ സൃഷ്ടിച്ചൊരു പാട്ടാണത്. തീർച്ചയായും. ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലുടനീളം താങ്കളിനി ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ പാട്ട് ഉണ്ടാകും. താങ്കളുടെ ജീവിതം രചിച്ചിരിക്കുന്നത് ആ പാട്ടിലാണ്. ആക്ച്വലി ഗായകൻ എന്ന ജീവിതം. ദേവരാജ മാഷ് പിന്നീട് താങ്കളെ വിട്ടിട്ടേയില്ല. ഇല്ല, അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലും അദ്ദേഹത്തിൻ്റെ കൂടെ സ്നേഹിച്ചു, ലാളിച്ചു, ശകാരിച്ചു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് കിട്ടാത്ത എല്ലാവിധ തീർച്ചയായിട്ടും അതുപോലുള്ള മഹാന്മാരായ സംഗീതജ്ഞന്മാരുടെ ശിഷ്യനാകാൻ കഴിയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ താങ്കളെ വ്യതിരിക്തമായി നിർത്തുന്നത്. അവരായിട്ട് അവരുടെ പാട്ടുകൾ പാടാൻ പറ്റുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം.